നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാവോ, എനിക്കൊന്നും അറിയില്ല, എനിക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞു വരുന്നത്. അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും കൃത്യമായിട്ട് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, നിങ്ങൾ പങ്കുവെക്കുന്ന നിങ്ങളുടെ നിമിഷങ്ങള് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ വേർത്തായിരിക്കും. കാരണം ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മൊമെന്റ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് അതിലേക്ക് പോയിന്റ്സിലേക്ക് കടക്കാം. നമ്മളിവിടെ ഇന്ന് നിങ്ങളുടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഇൻട്രൊഡക്ഷൻ, അതായത് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഓൺ സ്ട്രാറ്റജി, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മെന്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ക്ലാസ് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന നമ്മുടെ മെന്റർ, അദ്ദേഹത്തിന്റെ ലൈഫും പ്രൂഫും പിന്നെ പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ. നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്സും പ്രൂഫും കാര്യങ്ങളൊക്കെ കാണാമല്ലോ, അതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, അതുപോലെ തന്നെ പ്രോഫോംസ് എന്ന് പറഞ്ഞാൽ അഥവാ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ ഫണ്ടഡ് അക്കൗണ്ട് ഇന്ത്യൻ ലീഗലാണോ, കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉള്ള കാര്യമാണ്. സോ അത് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എങ്ങനെ നമുക്ക് ഒരു നല്ലൊരു പ്രോഫിറ്റ് ഫോറക്സ് ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുന്നതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇൻകം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇതൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണോ എന്നുള്ളത് പ്രൂഫോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് എന്ന് വെച്ചാൽ, ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പാരാമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ പഠിക്കുന്ന ആ കോഴ്സ്, നമ്മൾ പഠിപ്പിക്കുന്ന കോഴ്സ്, അപ്പോ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ, നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അടുത്ത് വർക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതിനുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ അതിന്റെ ഈ ഒരു വെബിനാറിൽ, അതായത് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഓഫറും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ഓഫർ തന്നെയാണ് ഉള്ളത്. അതുപോലെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ്, ഒരുപാട് ഡൗട്ട്സ് നമ്മൾ ട്രൂസെൻസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും. അപ്പോ അതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ചാറ്റ് ബോക്സിൽ വൺ ബൈ വൺ ആയിട്ട് ആ ഒരു സമയത്ത് ഇടുന്ന സമയം നമുക്കത് ക്ലാരിഫൈ ചെയ്ത് തരാനും വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇദ്ദേഹമാണ് നമ്മുടെ മെന്റർ മിസ്റ്റർ ഫാസിൽ. ചെറുപ്പക്കാരനാണ്, 26 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം ഫോറക്സ് ട്രേഡിംഗിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആള് പിന്നെ ദുബായ് സെറ്റിൽഡ് ആണ് ഇപ്പോ. അതുപോലെ തന്നെ MBA ഹോൾഡർ ആണ്. ഇപ്പോ ഫണ്ടഡ് അക്കൗണ്ട് പ്രോഫേംസ് $2.5 മില്യൺ വിവിധ അക്കൗണ്ടുകൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രോഫിറ്റും ട്രേഡിംഗിലൂടെ കൃത്യമായിട്ട് ഡിസിപ്ലിൻ ട്രേഡ് ചെയ്തിട്ട് തന്നെ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു കോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രൂസെൻസിന്റെ ട്രൂ മണി കൺസെപ്റ്റ് TMCനെ ഏറ്റവും യുണീക്ക് ആയിട്ട് നിർത്തുന്ന ഒരു കാര്യം, നമ്മളെ ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അധ്യാപകനെ വെച്ചിട്ട് മാത്രമല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ ഇരിക്കുന്ന ട്രെൻഡ് എന്താണ്, ഇന്നത്തെ ട്രേഡിങ്ങിന്റെ അനാലിസിസ്, പിന്നെ എവിടെയൊക്കെ എന്തൊക്കെ സാധ്യതയുള്ളത്, മാർക്കറ്റിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നടക്കുന്നത്, ഇന്നത്തെ മാർക്കറ്റ് നല്ലൊരു രീതിയിലേക്ക് മാറുമോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡേ ടു ഡേ അനലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ ട്രേഡർ തന്നെയാണ് നിങ്ങളെ മെന്ററായിട്ട് വരുന്നത് എന്നുള്ളൊരു ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് TMC സ്ട്രാറ്റജിയിൽ നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ അദ്ദേഹം ഉണ്ടാക്കിയ പ്രോഫിറ്റും കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ നോവ ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഫേം അധികം ആൾക്കാർക്ക് അറിയായിരിക്കും, അത്യാവശ്യം ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഫേം ആണ്. സോ അതില് 3-4 മാസം കൊണ്ട് 5ഓളം വിഡ്രോവൽ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി ഒരു $10,456, അതായത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം 8,70,000 മുകളിലേക്കാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് അദ്ദേഹം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതും അദ്ദേഹം ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറെ എവിടെയും പോവോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സിസ്റ്റോ അല്ലെങ്കിൽ മൊബൈലോ നെറ്റും മാത്രം മതി. എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോ അതിനെ കൊണ്ട് ഈ ഒരു അക്കൗണ്ട്, അതായത് നോവയുടെ 2 ലക്ഷത്തിന്റെ അക്കൗണ്ട്, $2 ലക്ഷം അക്കൗണ്ട് വെറും 80,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്ത ഒരു അക്കൗണ്ടിൽ നിന്ന് ഇപ്പൊ 8,70,000 രൂപ ഉണ്ടാക്കി, എന്ന് വെച്ചാൽ 1000 മടങ്ങിന് മുകളിൽ പെർസെന്റേജ് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ടും ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ പ്രോഫിറ്റ് മാത്രമാണ് ഒരു 1000% പ്രോഫിറ്റ് എടുത്തിരിക്കുന്നത്. സോ അത് മാത്രമല്ല, നോവ മാത്രമല്ല, ദ ഫണ്ടഡ് ട്രേഡർ എന്നുള്ള ഫോറക്സിലെ തന്നെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഫോം ഉണ്ട്. അതിലൂടെയും നമ്മൾ വിഡ്രോവൽ എടുത്തിട്ടുണ്ട്. ഫാസിൽ ജസ്റ്റ് ഒരു 2 വീക്സിന്റെ വിഡ്രോവൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുന്നതാണെങ്കിൽ $6,619, അതായത് 5.5 ലക്ഷം
രൂപയാണ് ആ ഒരു ടൈം പീരീഡിൽ ആ ഒരു വിഡ്രോവലിലൂടെ അദ്ദേഹത്തിന് ഉണ്ടാക്കിയ വേണ്ടി പറ്റിയിട്ടുള്ളത്. സോ നല്ലൊരു പ്രോഫിറ്റ് ഗെയിനിങ് തന്നെയാണ് TMC സ്ട്രാറ്റജി. അതായത് നമ്മുടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്ന സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന, ഇപ്പോഴും പ്രൂവൺ ആയിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ കോഴ്സിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ അതിന്റെ സെക്കൻഡ് വീക്കില് ഫണ്ട് ട്രേഡിന്റെ സെക്കൻഡ് വീക്ക് വിഡ്രോവലിൽ നോക്കുന്നതാണ്, അല്ലെങ്കിൽ 2 വീക്സിന്റെ വിഡ്രോവൽ ആണ്. അതിനും $6336, അതായത് 5,03,000 രൂപയോളം അദ്ദേഹം പ്രോഫിറ്റ് എടുത്തു. എന്ന് വെച്ചാൽ ഏകദേശം ഒരു നാലാഴ്ച കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് 10 ലക്ഷത്തിന്റെ മുകളിലേക്ക് വിഡ്രോവൽ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു വിഡ്രോവൽ ഇപ്പൊ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് വിഡ്രോവൽ ഇപ്പൊ അപ്ലൈ ചെയ്താണ്, നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. $22,287, അതായത് 18.6 ലക്ഷം രൂപ വിഡ്രോവൽ. ഇതൊരു ഈ പറയുന്ന 26 വയസ്സുകാരൻ ഈ ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ ഉണ്ടാക്കിയെടുത്ത പ്രോഫിറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് മാജിക്കോ മായോ മന്ത്രോ കാര്യങ്ങളോ ഒന്നുമല്ല. കൃത്യമായി ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് കൃത്യമായി അത് ഫോളോ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയതാണ്. സോ ഈ പറയുന്ന കാര്യങ്ങള് ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാർക്കും പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നിങ്ങളെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതും ഇപ്പൊ ഈ മെന്റർ ആയി കഴിഞ്ഞാൽ ഒക്കെ. അപ്പൊ ഇതാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ മെന്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് വെൽക്കം ചെയ്യാം. അപ്പോ അദ്ദേഹം പറഞ്ഞു ഈ ഒരു ചെറിയൊരു പ്രായത്തിന്റെ ഉള്ളിൽ തന്നെ ഇത്രയും പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അദ്ദേഹം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസിപ്ലിൻ ട്രേഡിലൂടെ അദ്ദേഹം നേടിയിട്ടുള്ള ഒരുപാട് അറിവുകൾ തീർച്ചയായും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോ ജസ്റ്റ് നിങ്ങളുടെ പ്രോഫിറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് അറിയാൻ വേണ്ടി കാത്തിക്കാണ്. ഓക്കെ. അപ്പൊ ഹായ് ഓൾ. അപ്പൊ നമ്മുടെ എന്റെ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ടോ, എഡ്യൂക്കേഷൻ കണ്ടിട്ടോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് കണ്ടിട്ടോ ഒന്നും ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് വിചാരിച്ച ആരും ഇരിക്കുന്നു. ഇതൊക്കെ എല്ലാരെ കൊണ്ടും പറ്റും എന്ന് വീണ്ടും വീണ്ടും പറയാൻ തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എല്ലാരെ കൊണ്ടും പറ്റും. എല്ലാരെ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് ഗ്യാരണ്ടിയിലും ചെയ്ത് കാണിച്ചു തരും. അതിനാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് അതിൽ ആദ്യം നമുക്ക് ജസ്റ്റ് എന്താണ് ഫോറക്സ് ട്രേഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ഫോറക്സ് ട്രേഡിങ് എന്താണെന്ന് അറിയുന്ന ആൾക്കാരുണ്ടാവും, എന്നാൽ അതിലുപരി അറിയാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. ജസ്റ്റ് ഒരു ഫോറക്സ് ട്രേഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഫോറക്സ് ട്രേഡിങ് നമ്മൾ കറൻസികളും അതേപോലെ കമ്മോഡിറ്റികളും ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യും. അതിലിപ്പോ കറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഞാനൊരു ഇന്ത്യൻ സിറ്റിസണായി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു UAE ദുബായിലേക്ക് പോകാനായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ദുബായിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എയർപോർട്ടിൽ എത്തി. അപ്പൊ എന്റെ കയ്യിൽ ഉള്ളത് എന്താ, ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇന്ത്യൻ റുപ്പിയാണുള്ള, ഇന്ത്യൻ മണിയായ ഒരു 10,000 രൂപയാണ് എന്റെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ 10,000 രൂപ എന്റെ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് ഞാൻ ദുബായിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനോ ഒന്നും എനിക്ക് എന്ത് പറ്റില്ല, ഈ ഒരു കറൻസി യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നേരെ ആ എയർപോർട്ടിൽ നിന്ന് എന്ത് ചെയ്തു, അവിടെ അടുത്ത് കാണുന്ന ഒരു എക്സ്ചേഞ്ചിൽ കയറിയിട്ട് എന്റെ കയ്യിലുള്ള 10,000 രൂപ അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അതിന് പകരത്തിനുള്ള UAE കറൻസി ഏതാണോ ദർഹംസ്, ആ ദർഹംസ് ഈ 10,000 രൂപയ്ക്കുള്ള പകരത്തിനുള്ള വാല്യൂനുള്ള സെയിം എന്ത് ചെയ്യുന്നു, ഞാൻ ദർഹംസ് അവിടെ നിന്ന് വാങ്ങുന്നു. ഞാൻ അവിടെ നോക്കിയപ്പോ എന്താണ് അവർ പറഞ്ഞത്, ഒരു ദർഹംസിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് 20 ഇന്ത്യൻ റുപ്പിയാണ്. അപ്പൊ നമ്മൾ ആ 10,000 രൂപ വാല്യൂവിനുള്ള ദർഹംസ് നമ്മൾ എന്ത് ചെയ്യും, വാങ്ങും. അതായത് 500 ദർഹംസ് നമ്മൾ അവിടെ വാങ്ങി നേരെ എന്ത് ചെയ്തു, ദുബായിലെത്തി. നമ്മൾ അവിടുത്തെ കറക്കങ്ങളും പർച്ചേസും എല്ലാം കഴിഞ്ഞു. ഒരു മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അന്ന് മാറി വെച്ച 500 ദർഹംസിൽ എനിക്ക് ആകെ 400 ദർഹംസ് അവിടെ ചെലവ് വന്നുള്ളൂ. ബാക്കി 100 ദർഹംസ് ബാലൻസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ 100 ദർഹംസും കൊണ്ട് ഞാൻ ഇവിടെ ഇന്ത്യയിൽ എത്തിയപ്പോ എനിക്ക് ഈ ഒരു ഇന്ത്യയിൽ എന്താ ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ? ഇല്ല. കാരണം ഇത് ദർഹംസ് ആണ്, ഇത് അവിടുത്തെ മണിയാണ്. നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഇന്ത്യൻ റുപ്പി വേണം. ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ആ എയർപോർട്ടിൽ തൊട്ട് കാണുന്ന എക്സ്ചേഞ്ചിൽ കയറിയിട്ട് എന്ത് ചെയ്തു, എന്റെ കയ്യിൽ ബാലൻസ് ഉള്ളത് 100 ദർഹംസ് ഞാൻ എന്ത് ചെയ്യും, നേരെ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ട് ആ വാല്യൂവിന് സെയിം ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പി വാങ്ങും. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ കൊടുത്തപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. കാരണം ഞാനിപ്പോ ഈ ഒരു മാസം ട്രാവൽ ചെയ്ത കാലയളവിൽ എന്ത് ചെയ്തു, വാല്യൂവിൽ മാറ്റം വന്നു. ഓരോ കറൻസിയുടെ വാല്യൂവിൽ മാറ്റം വന്നു. അതായത് ഇന്ത്യൻ റുപ്പിക്ക് എന്ത് ചെയ്തു, വാല്യൂ കുറഞ്ഞു. ദർഹംസ് UAE കറൻസിക്ക് എന്ത് ചെയ്തു, വാല്യൂ കൂടി.
വാല്യൂ എന്ത് ചെയ്തു കൂടി. അപ്പൊ ഇങ്ങനെ കൂടിയപ്പോ എന്ത് ചെയ്തു, എനിക്ക് 100 ദിർഹംസ് ഞാൻ വാങ്ങിയത് എത്രയ്ക്കാ, 20 വെച്ചിട്ട് 200, 2000 രൂപയ്ക്കായിരുന്നു വാങ്ങിയത്. ഓക്കെ, പക്ഷെ ഞാൻ ഇപ്പൊ അതവിടെ കൊടുത്തപ്പോ എനിക്ക് എത്ര കിട്ടി, 22 രൂപ വെച്ചിട്ട്, ഒരു ദിർഹംസിന് 22 വെച്ചിട്ട് എനിക്ക് 2200 രൂപ എനിക്ക് അവിടെ കിട്ടി. അപ്പൊ 200 രൂപ എനിക്ക് എന്തായി, അവിടെ പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ സംഭവിച്ചത് എന്താ, ഒരു കറൻസി കൊടുത്തിട്ട് മറ്റൊരു കറൻസി വാങ്ങണം, അതിന്റെ വാല്യൂല് ചേഞ്ച് ഉണ്ടായപ്പോ നമുക്ക് എന്തായി, അത് പ്രോഫിറ്റ് ആയി. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തതെല്ലാം എന്താ, നമ്മൾ ഫിസിക്കലി ട്രാൻസാക്ഷൻസ് ഇവിടെ ചെയ്തത്, ഇവിടെ മൊത്തം ചെയ്തത് നമ്മൾ എന്താ, ഫിസിക്കലി ആണ്. ഇനി ഫോറക്സ് ട്രേഡിംഗിലേക്ക് വരുമ്പോൾ, കറൻസി ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഈ സെയിം സംഭവം തന്നെയാണ്, പക്ഷെ അവിടെ എന്താ, ഫിസിക്കലി അല്ല, നമ്മൾ ഡിജിറ്റലി ആണ് നമ്മൾ കറൻസി വാങ്ങുന്നതും വിൽക്കുന്നതും. ഇത്രയേ ഉള്ളൂ ഫോറക്സ് ട്രേഡിംഗ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, കമ്മോഡിറ്റികൾ, അതായത് കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, അങ്ങനെ ഒരുപാട് കമ്മോഡിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും. ഇതാണ് ഈ ഫോറക്സ് ട്രേഡിംഗിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി, ഈ ബൈ ചെയ്യാനും സെല് ചെയ്യാനും പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ബൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ സെല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഈ ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇപ്പോ നെക്സ്റ്റ് നോക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഫോറക്സ് ട്രേഡിംഗ് ചൂസ് ചെയ്യണം, അതായത് നമ്മൾ എന്തുകൊണ്ട് ഫോറക്സ് ട്രേഡിംഗ് വരുമ്പോൾ, ഒരുപാട് ട്രേഡിംഗിൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ഒരുപാട് ട്രേഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഫോറക്സ് ട്രേഡിംഗ് വരണം, അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഫസ്റ്റ് എക്സാമ്പിൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു മെറിറ്റ് എന്ന് പറയുന്നത് 24 അവേഴ്സ് മാർക്കറ്റാണ്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താ, 24 അവേഴ്സ്. ഇപ്പൊ ഒരു പാർട്ട് ടൈം ആയിട്ട് ഇത് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആള്, അല്ലെങ്കിൽ ഓൾറെഡി വേറെ ഏതെങ്കിലും ജോലിയിലുള്ള ഒരു സൈഡിംഗ് ആയിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ആണെങ്കിൽ 24 മാർക്കറ്റ് ആകുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നോർമലി ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ആകുമ്പോൾ 3:30 മണി അല്ലെങ്കിൽ 4:30, 3:30 ഒക്കെ വരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ നമുക്കിപ്പോ ഒരു 4 മണിക്ക് 5 മണിക്ക് വർക്ക് കഴിഞ്ഞ് വരുന്ന ആള്, 8 മണിക്ക് വർക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്ക് എന്ത് ചെയ്യില്ല, അത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കില്ല. കാരണം നമ്മൾ ഫ്രീ ടൈമിൽ എന്താ, ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഇല്ല. ഇപ്പൊ 24 അവേഴ്സ് മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ, ഒരു വർക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ആൾക്ക് ഫ്രീ ഉള്ള ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് വാച്ച് ചെയ്യാനും അനലൈസ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻ എന്തുണ്ട്, ഈ ഫോറക്സ് ട്രേഡിംഗിൽ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എടുത്ത ട്രേഡ് നമുക്ക് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ, അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. നമുക്ക് ഒരു റിസ്ട്രിക്ഷനും അവിടെ ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഹൈ വോളിയം ട്രേഡിംഗ്. അവിടെ നടക്കുന്നത് എന്താ, ഹൈ വോളിയം ട്രേഡിംഗ്, ഹൈ ലിക്വിഡിറ്റി എന്ന് നമ്മൾ പറയും. അതായത് ഇതൊരു ഗ്ലോബൽ മാർക്കറ്റാണ്, വേൾഡിലെ എല്ലാവരും ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഫോറക്സ് ട്രേഡിംഗ്. ഇതിൽ അത്രയും കൂടുതൽ വോളിയം ട്രേഡ് നടക്കുന്നത് കൊണ്ട് തന്നെ അത്രയും വോളറ്റൈലിറ്റി കൂടുതലായിരിക്കും, അത്രയും മൂവ്മെന്റ് കൂടുതലായിരിക്കും. അത്രയും മൂവ്മെന്റ് ഉള്ള മാർക്കറ്റിൽ നമ്മളൊരു ബൈയോ സെല്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, അത് ഒരു ദിവസങ്ങളോ മാസങ്ങളോ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരില്ല. നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് പോരാനായിട്ട് പറ്റും. അപ്പോൾ ഹൈ വോളിയം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാനും അതേപോലെ അതിനൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ലീവറേജ്. ലീവറേജ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ യൂട്യൂബിലും അതേപോലെ തന്നെ നമ്മളെ എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ കയ്യിലുള്ള ഒരു ക്യാപിറ്റൽ വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഡ് ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനൊരു 100 രൂപ മാത്രം എന്റെ ക്യാപിറ്റലായിട്ട് എന്റെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് 1000 രൂപയ്ക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഹൈ ലീവറേജ്. ഇതിപ്പോ ഇവൻ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1:5 ഒക്കെ റേഷ്യോ ആണ് കിട്ടുള്ളൂ ലീവറേജ്. ഈവൻ ഫോറക്സ് മാർക്കറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 1:500 വരെയൊക്കെ ലീവറേജ് അവിടെ കിട്ടും. അപ്പൊ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് വലിയ റേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്യാനും പ്രോഫിറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് എന്തുണ്ട്, ഫോറക്സ് ട്രേഡിങ്ങിൽ നമുക്കുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡെമോ അക്കൗണ്ട്, ഫ്രീ ഡെമോ അക്കൗണ്ട്. അതേപോലെ അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആളെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും, ഒരു ഫ്രീ ഡെമോ അക്കൗണ്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, റിസ്ക് കുറഞ്ഞിട്ട് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ ഐഡിയാസ് ഒക്കെ അതിൽ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും ഡെമോ അക്കൗണ്ടിൽ. ഇപ്പൊ നോർമലി ഇപ്പൊ നമുക്കൊരു ഡെമോ അക്കൗണ്ട് നമുക്ക് കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു ബ്രോക്കർ, ഫോറക്സ് ബ്രോക്കറിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാലിറ്റികളോ അല്ലെങ്കിൽ എക്സ്പെൻസോ അങ്ങനെ ഒന്നുമില്ല. ആ സൈറ്റിൽ ജസ്റ്റ് കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്താൽ തന്നെ നമുക്ക് ഡെമോ അക്കൗണ്ടുകൾ നമ്മുടെ ഇഷ്ടത്തിന് എത്ര ക്യാപിറ്റൽ ആണോ വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അതിന്റെ അക്കൗണ്ട് നമുക്ക് ആക്സസ് കിട്ടും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ആൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ,
അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് നമ്മൾ ഫണ്ട് ഇട്ടുകൊണ്ടൊക്കെ റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിൽ കിടക്കുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഫുൾ പ്രാക്ടീസ് നമ്മൾ എന്താ ഈ ഡെമോ അക്കൗണ്ടിൽ തന്നെയാണ്. അതിനുശേഷം മാത്രമാണ് എക്സ്പെർട്ട് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു റിയൽ മണി ഇട്ടുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോവുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പ് ഫോം. പ്രോപ്പ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പ്രോപ്പ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു ട്രേഡർ ആണെങ്കിൽ നമുക്ക് ഫണ്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ കമ്പനികൾ അവിടെ റെഡിയാണ്. ഇഷ്ടം പോലെ കമ്പനികൾ നമുക്ക് ഫണ്ട് ചെയ്യാനായിട്ട് അവിടെ റെഡിയാണ്. അതിനാണ് ഈ പ്രോപ്പ് ഫേംസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പ്രോപ്പ് ഫേംസ് എന്ത് ചെയ്യും, നമുക്ക് ഫണ്ട് ചെയ്യും. നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയും എന്നവർക്ക് അറിഞ്ഞാൽ മാത്രം മതി. അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഫഷൻ. നമുക്ക് ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റും. കാരണം ഒരു സൈഡ് ഇൻകം ആയിട്ട് വരുന്നവരുണ്ടാവും, പാർട്ട് ടൈം ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് എന്താ ഒരു പ്രൊഫഷൻ, നിങ്ങളൊരു ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ ലെവല് സ്കില്ലാണ്. കാരണം ഒരു ഡോക്ടർ വർക്ക് ചെയ്യുന്ന പോലെ, ഒരു വക്കീൽ വർക്ക് ചെയ്യുന്ന പോലെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിംഗിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര ഇൻകം വേണമെന്നുള്ളത്. ഇതൊരു കൈത്തൊഴിൽ പോലെ നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങളെ ഒരു നെറ്റ്വർക്കിന്റെ സഹായത്തോടെ നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ഫോർമാലിറ്റീസ് ഇല്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോ ഒരു എന്തെങ്കിലും നേച്ചർ കലാമിറ്റീസോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് പ്രോബ്ലം വന്നാലും നമുക്കത് പ്രശ്നമല്ല. നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള മാർക്കറ്റ് അവിടെ ഉണ്ട്. അത് എവിടേക്കും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് ടൈം ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദെൻ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പ് ഫേം. എന്താണ് പ്രോപ്പ് ഫേം? അതായത് നമ്മൾ എന്തുകൊണ്ട് ഒരു പ്രോപ്പ് ഫേം ചൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ വരെ ഹ്യൂജ് ക്യാപിറ്റൽ ആണ്. ഇപ്പോ ഞാനൊരു ജസ്റ്റ് ഒരു 3 വർഷം മുന്നേ ആണെങ്കിൽ ഒരു ട്രേഡിംഗ് അറിഞ്ഞിരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ട്രേഡിംഗ് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ആൾക്ക് എന്ത് വേണം, ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ കൂടെ വേണം. ഇപ്പൊ ഞാൻ നല്ല ട്രേഡർ ആണ്, എനിക്ക് നല്ല ട്രേഡ് ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ യാതൊരു കാര്യമില്ല. കാരണം എനിക്ക് അതിന് എന്ത് വേണം, അതിനുള്ള ക്യാപിറ്റൽ അവിടെ വേണം. ഇല്ലാത്ത പക്ഷം ആ കഴിവിൽ യാതൊരു കാര്യമില്ല. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഫോറക്സ് ട്രേഡിംഗിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ, നിങ്ങൾക്ക് ഫണ്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ എന്താ കമ്പനികൾ റെഡിയാണ്. ആ അതിനെയാണ് നമ്മൾ പ്രോപ്പർ എന്ന് പറയുക. അപ്പൊ ആ പ്രോപ്പറിന് ഒരു ചെറിയ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു പ്രോപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ ചൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുമ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതില് പ്രോപ്പറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 5K മുതൽ 1 മില്യൺ വരെയുള്ള അക്കൗണ്ടുകളാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക, ക്യാപിറ്റൽ ആയിട്ട് കിട്ടുക. അതായത് $5000 മുതൽ 1 മില്യൺ അക്കൗണ്ട്, ഡോളറിന്റെ അക്കൗണ്ട്, 1000 ഇന്ത്യൻ റുപ്പി ഒന്നല്ല, ഡോളർ. 5K മുതൽ $1 മില്യൺ അക്കൗണ്ട് വരെയാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളെ ട്രേഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സ്പേസ് എത്രത്തോളം ആവും എന്നുള്ളത്. നോർമലി ഒരു $100 ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആള്, ഒരു $500 ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആള്, ഒരു $10,000 ട്രേഡ് ചെയ്യുന്ന ആളും, 1 ലക്ഷം അല്ലെങ്കിൽ 1 മില്യൺ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കും പണി സെയിം തന്നെയാണ്, വർക്ക് സെയിം തന്നെയാണ്. അതിൽ ലോഡ്സേക്ക് മാത്രമേ മാറുന്നുള്ളൂ. പക്ഷെ അതിൽ കിട്ടുന്ന പ്രോഫിറ്റോ ഒരു $100 അക്കൗണ്ടിൽ 1% കിട്ടുന്നതാണോ, അല്ലെങ്കിൽ 1 ലാഖിന്റെ അക്കൗണ്ടിൽ 1% കിട്ടുന്നതാണോ വലുത്? അപ്പൊ നമുക്ക് അത്രയും സ്പേസ് എന്തുണ്ട്, നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ അത് അത്രയും ഹ്യൂജ് ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അതാണ് പ്രോബ്ലം. ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിസ്ക്. നമുക്ക് ഇത് എത്രത്തോളം റിസ്ക് ഉണ്ട്. അപ്പൊ ഒരാൾ നമുക്ക് ഫണ്ട് ചെയ്യാൻ തരുമ്പോ ഞാൻ എന്തെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ റിസ്ക് വരുന്നുണ്ടോ എന്നുള്ളത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയങ്ങളാണ്. അപ്പൊ അതില് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരു പോളിസി ഉണ്ട്. അതിൽ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് ഒന്നും കൊടുക്കണ്ടല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ഒരു ലോസും വരില്ല. ഇൻ കേസ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ട് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി ലോസ് ഒന്നുമില്ല. അവര് പറയുന്ന ആ ലോസ് ലിമിറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് പോകും, അത്രേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് ഫിനാൻഷ്യലി ലോസോ അല്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് എന്തെങ്കിലും കൊടുക്കണ്ട, അങ്ങനത്തെ യാതൊരു ആവശ്യം അവിടെ ഇല്ല. അത് മാത്രമല്ല, നെക്സ്റ്റ് ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് അവിടെ കിട്ടുക. ഇവൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു 1 ലാഖിന്റെ അക്കൗണ്ട് എന്ന് വിചാരിച്ചു. ആ 1 ലാഖിന്റെ അക്കൗണ്ടിൽ നിങ്ങൾ 2-3% പ്രോഫിറ്റ് എടുത്താൽ മതി. ഏകദേശം $2000-3000 ആയി. ഈ $2000-3000 80% ഷെയർ നമുക്കാണ് കിട്ടുക. നമ്മൾ എടുക്കുന്ന പ്രോഫിറ്റിന്റെ 80% നമുക്ക് കിട്ടും. ഇപ്പൊ ഒരു $2000 അക്കൗണ്ടിൽ 80% എന്ന് പറയുമ്പോൾ $1600 ആയി. $1600 എന്ന് പറയുമ്പോൾ ഏകദേശം 1 ലാഖ് ഇന്ത്യൻ റുപ്പിയുടെ മുകളിലായി. ഈ 1 ലാഖ് ഒക്കെ നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് എവിടുന്ന് നമുക്ക് കിട്ടും, എന്ത് പണിയെടുത്ത് നമുക്ക് കിട്ടും. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ പ്രോഫിറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ വ്യത്യാസം അത്രയും വൈഡ് ആയിട്ട് നമുക്ക്
ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ അത്യാവശ്യം 2 ലാഖിന്റെ അക്കൗണ്ടിൽ 1-2% ഒക്കെ സിമ്പിൾ ആയിട്ട് എടുത്തു പോകുന്നുണ്ട്. അവർക്കൊക്കെ ഇത് ആക്ച്വലി ഒരു ഡ്രീമാണ്. കാരണം അവരുടെ ഇഷ്ടത്തിന് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവർ ട്രേഡ് ചെയ്യുന്നു, അത്യാവശ്യം 1 ലാഖിന്റെ മുകളിൽ പ്രോഫിറ്റ് എടുക്കുന്നു. ഞാൻ പറയുന്നു ഇപ്പൊ നമ്മളെ ഇന്ത്യത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഒരു ജോലിക്ക് ഇത്ര എമൗണ്ട് കിട്ടില്ല. അതൊക്കെ കിട്ടിയാൽ തന്നെ നമ്മൾ അതിന് കൊടുക്കുന്ന പ്രഷർ അത് എത്ര വലുതായിരിക്കും. അതേപോലെ നമുക്കൊരു ലീവ് എടുക്കണമെങ്കിൽ നമ്മൾ എത്ര ആളെ കാല് പിടിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തതുമില്ല. അപ്പൊ അതൊക്കെയാണ് വ്യത്യാസം. ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് അവിടെ ഹ്യൂജ് ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്കത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വന്നത് ഇൻകം, സേഫ് ഇൻകം. അതായത് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇത് എങ്ങനെ വിഡ്രോൾ എടുക്കും, ഇത് അവർ തരുമോ ഇല്ലയോ. അതായത് ഇപ്പൊ പ്രോഫേമിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല പ്രോഫേമുകൾ ചൂസ് ചെയ്യുക. ഒപ്പം അതിന്റെ വിഡ്രോവൽ നമുക്ക് കിട്ടുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ വഴി നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ലോക്കൽ ബാങ്കിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഫിനാൻസിലേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് 2-3 ഡേയ്സിലൊക്കെ നല്ല കമ്പനികളിൽ നമുക്ക് എന്ത് ചെയ്യും, വിഡ്രോവൽ കിട്ടും. അപ്പൊ വിഡ്രോവൽ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ ഇല്ല. അത് നമുക്ക് സാലറി വരുന്ന പോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എടുക്കാം. ഈ ക്രിപ്റ്റോ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം നമുക്ക് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോഫേമിന്റെ കാര്യം പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഫോറസ്റ്റിൽ ഒരുപാട് സ്കാമുകളും ഫ്രോഡുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടും. അത് മാത്രമല്ല ഫോറസ്റ്റ് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇതാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് അത് യൂസ്ഫുൾ ആയിരിക്കും. അതിപ്പോ ഏതൊക്കെ ഫ്രോഡുകൾ വരും, സ്കാമുകൾ വരും. ഇപ്പൊ എക്സാമ്പിൾ അക്കൗണ്ട് മാനേജ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, സിഗിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രോഫേമിൽ തന്നെ പൈസ വാങ്ങിയിട്ട് പാസ്സാക്കി കൊടുക്കാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഫ്രോഡുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോ ടൈം കുറവായതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടാൽ അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് എല്ലാവർക്കും ഉള്ള സംശയമാണ് ഇത് ലീഗലാണോ. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇല്ലീഗൽ ആണെന്നുള്ളത്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലീഗൽ തന്നെയാണ്. കാരണം ഇപ്പൊ ഗവൺമെന്റിന് തന്നെ ഇഷ്ടം പോലെ ടാക്സുകൾ ഒക്കെ ആയിട്ട് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് അവരുടെ ഒരു അത്യാവശ്യം ഒരു ഹ്യൂജ് ഇൻകം തന്നെ ഈ ട്രേഡിംഗ് ഫീൽഡിൽ അവർ എടുക്കുന്നുണ്ട്. അതിലിപ്പോ ഫോറക്സ് ട്രേഡിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബ്രോക്കേഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ ബ്രോക്കേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലീഗലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഇനി പ്രോഫേമിലാവുമ്പോൾ നമ്മളോട് ഒരു എന്താ പറയാ ഒരു ഫോറിൻ കമ്പനി ആണെങ്കിൽ പോലും നമ്മൾ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ആസ് എ ഇൻവെസ്റ്റർ ആയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു എംപ്ലോയി ആയിട്ടോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതും ലീഗൽ തന്നെയാണ്. അതും എന്താണ്, പ്രോഫേമും നമുക്ക് എന്ത് തന്നെയാണ്, ട്രേഡിംഗ് ഒക്കെ ലീഗൽ തന്നെയാണ്. കാരണം നമുക്ക് അവിടെ ഒരു സാലറി ആയിട്ടൊക്കെയാണ് നമുക്ക് അതിന്റെ പേയ്മെന്റ്സ് നമുക്ക് കിട്ടുക. ഒരു ഇൻവെസ്റ്ററിന്റെ റിട്ടേൺ കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് കിട്ടുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ റിട്ടേൺ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതും ലീഗൽ തന്നെയാണ്. അപ്പൊ അതിൽ ആർക്കും ഒരു സംശയമൊന്നും വേണ്ട, അത് നമുക്ക് ലീഗലായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ അതില് ഇനി എങ്ങനെയൊക്കെയാണ് ട്രേഡിംഗിൽ പ്രോഫിറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ്, അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ട്രേഡിംഗിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് പറയുന്നത് അക്കൗണ്ട് മാനേജ്മെന്റ്. നമ്മളെ അക്കൗണ്ട് വേറൊരാൾക്ക് മാനേജ് ചെയ്യാൻ കൊടുത്തിട്ടും അല്ലെങ്കിൽ വേറൊരാളെ അക്കൗണ്ട് നമുക്ക് മാനേജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ അക്കൗണ്ട് ഒരാൾക്ക് മാനേജ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ആൾക്ക് എന്ത് ചെയ്യണം, ട്രേഡ് ചെയ്യാനുള്ള സ്കില്ല് വേണം. ട്രേഡ് ചെയ്യാനുള്ള സ്കില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും അതിൻ്റെ ഇത്. നമ്മൾ ഒരാൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് കൊടുത്തു, ആൾക്ക് അതിന്റെ കഴിവില്ല, അതല്ലെങ്കിൽ ആൾക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല, മെന്റലി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ അവിടെ ലോസ് ആവും. അപ്പൊ ആ ലോസിന് എന്ത് വേണം, നമുക്ക് സഹിക്കാൻ പറ്റണം. കാരണം നമ്മളെ ക്യാപിറ്റലിൽ വേറെ ആൾ ട്രേഡ് ചെയ്യുന്നു, ആളെ കഴിവ് പോലെ എനിക്ക് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരിക്കലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇത്ര പ്രോഫിറ്റ് വേണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരാണ് ട്രേഡ് ചെയ്ത് തരുന്നത്, ആളെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതൊരു റിസ്ക് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഹെൽപ്പ് എടുക്കുമ്പോൾ എപ്പോഴും എന്താണ്, റിസ്ക് ആണ്. എപ്പോഴും സേഫ് നമ്മൾ ട്രേഡിംഗ് തന്നെയാണ്. വേറെ ആൾക്ക് ട്രേഡ് ചെയ്യാൻ കൊടുക്കുമ്പോഴും ഇതാണ്. ഇനിയിപ്പോ ഇതിന്റെ ഒരു അപ്പുറത്തെ ഒരു സൈഡ് പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആള് ഒരിക്കലും എന്ത് ചെയ്യില്ല, മറ്റൊരാളെ അക്കൗണ്ട് ട്രേഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നിൽക്കില്ല. കാരണം എന്താ, ആള് പ്രോഫിറ്റബിൾ ആണെങ്കിൽ ആളെ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്താൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. ആൾക്ക് പിന്നെ വേറൊരാളെ അക്കൗണ്ട് എടുത്തിട്ട് അത്ര റിസ്ക് എടുത്തിട്ട് ആൾക്ക് 50-50 ഷെയറിൽ ട്രേഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്ര ചിന്തിച്ചാൽ മതി. ഒരു പ്രോപ്പർ ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, വേറൊരാളെ അക്കൗണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കില്ല. കാരണം ആൾക്ക് ആളെ അക്കൗണ്ടിന് ട്രേഡ് ചെയ്ത് 100% പ്രോഫിറ്റ് എടുക്കാനും നോക്കുള്ളൂ.
ദെൻ നെക്സ്റ്റ് വൺ എക്സ്പെർട്ട് അഡ്വൈസർ. അതിൽ റോബോട്ട് അല്ലെങ്കിൽ റോബോട്ടിക് ട്രേഡിംഗ് എന്നൊക്കെ പറയും. ഇപ്പൊ ഒരുപാട് ബോട്ടുകളൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഈവൻ നമ്മളെ എല്ലാ ബോട്ടുകളും മോശമാണെന്ന് നമ്മൾ പറയില്ല. നല്ല രീതിക്ക് ഓടുന്ന ബോട്ടുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതെന്താണ്, അതും ഒരു തേർഡ് പാർട്ടിയാണ്. നമ്മൾ ഒരു ഒരു ഫിക്സഡ് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചത് വഴിയാണ് ആ ബോട്ട് എന്ത് ചെയ്യുള്ളൂ, ട്രേഡ് ചെയ്യുള്ളൂ, ഓട്ടോമാറ്റിക് ട്രേഡ് ചെയ്യുള്ളൂ. മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് മാർക്കറ്റ് അല്ല. മാർക്കറ്റിന്റെ ബിഹേവിയർ എവറി ഡേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എവറി സെക്കൻഡിൽ മാർക്കറ്റിന്റെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ടും സ്ട്രാറ്റജി മാറ്റാൻ പറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബോട്ടുകളൊക്കെ ഫെയിൽ ആവും. ഒരു ബോട്ടുകൾ നമുക്ക് 100% ഗ്യാരണ്ടി എന്ന് എവിടെയും പറയാൻ പറ്റില്ല. ഈവൻ ബോട്ടുകളാണെങ്കിൽ പോലും എന്ത് വേണം, നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണം. അല്ലാത്ത പക്ഷം 100% എന്താണ്, റിസ്ക് തന്നെയാണ്. അപ്പൊ ബോട്ട് ട്രേഡിംഗ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇൻകം ഉള്ള ഒരു സോഴ്സ് ആണെങ്കിൽ പോലും നമുക്കത് അതിലും നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് കോപ്പി ട്രേഡിംഗ്. കോപ്പി ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരാളെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ആളെ ട്രേഡുകൾ എന്ത് ചെയ്യുക, നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്യുക. അങ്ങനത്തെ ഒക്കെ സെറ്റപ്പാണ് ഈ കോപ്പി ട്രേഡിംഗിൽ വരാം. അപ്പൊ ഈ കോപ്പി ട്രേഡിംഗ് ആണെങ്കിൽ പോലും ഈ മാസ്റ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ ഈ റിയൽ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾ ആരാണോ, ആളെ മൈൻഡ് സെറ്റ് കൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും പറ്റില്ല. ആള് എങ്ങനെയാണ് പ്രോഫിറ്റ് എടുക്കുന്നത്, നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആള് ലോസ് ആണെങ്കിൽ നമ്മൾ ലോസ് സഹിക്കാനായിട്ട് നമുക്ക് പറ്റണം. അതാണ് കോപ്പി ട്രേഡിങ്ങിന്റെ ഒരു ഇത്. ലാസ്റ്റ് വരുന്നതാണ് സെൽഫ് ട്രേഡിംഗ് ബൈ ലേണിംഗ്. പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. എപ്പോഴും ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ്, ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളവിടെ ട്രേഡ് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സ് ആ കോഴ്സ് മറ്റേ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് SNC അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് പേര് എഡ്യൂക്കേഷനിലേക്ക് വരിക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമുള്ള കാര്യം. കാരണം ഒരുപാട് ട്രേഡേഴ്സ് എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യാനായിട്ട് വരും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ഒരു നമ്മളെ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ചിലവര്. ഇങ്ങനെയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഇത് കോൺഫിഡൻസ് ആയിട്ട് ഇത് പഠിച്ചു വെക്കും. ഇവര് അത്യാവശ്യം എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യും, ലോസ് ആയിരിക്കും വരാം. അപ്പൊ അതെന്താ, നമുക്ക് എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടണം. അതായത് ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റിൽ നമുക്ക് വർക്ക് ആവുന്ന സ്ട്രാറ്റജികളാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട്. അതും എന്ത് ചെയ്യുക, ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റണം. അല്ലാത്ത പക്ഷം നമുക്ക് നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഇപ്പോ ഒരുപാട് കമ്പനികൾ ഔട്ട്ഡേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ചെയ്യുന്നത് ഭയങ്കര വലിയ തെറ്റാ. കാരണം ഈ ഒരു ട്രേഡിംഗ് പഠിക്കാൻ വരുന്ന ആൾക്ക്, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്ന ആൾക്ക് ഈ ഒരു ഔട്ട്ഡേറ്റഡ് സ്ട്രാറ്റജി കിട്ടിയിട്ട് ആളെന്ത് ചെയ്യും, അതും പഠിച്ചു പോയി നേരെ ആളെ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്ത് ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആള് ജന്മത്തിൽ ട്രേഡിംഗിലേക്ക് വരില്ല. ട്രേഡിംഗിലേക്ക് വരില്ല എന്ന് മാത്രമല്ല, ഫിനാൻഷ്യലി ആൾ ഡൗൺ ആവും ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് എഡ്യൂക്കേഷൻ തന്നെ ചൂസ് ചെയ്യണം. അതിന് ആ ബെസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവരെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അവരെടുത്ത് പ്രോഫിറ്റ്, അല്ലെങ്കിൽ അവർ സ്ട്രാറ്റജി വർക്ക് ആവുന്ന ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഡിമാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അതൊക്കെ കാണിച്ചു തരാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ എപ്പോഴും പ്രോഫിറ്റ് നിങ്ങൾക്ക് ട്രേഡിങ്ങിന് എടുക്കണോ, നിങ്ങൾ സ്വയം പഠിച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് ഇത്. അതാവുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, എനിക്ക് എത്രയാണ് പ്രോഫിറ്റ് വേണ്ടത്, എനിക്ക് ചൂസ് ചെയ്യാം. എത്ര ടൈം ഞാൻ വർക്ക് ചെയ്യണം, എനിക്ക് ചൂസ് ചെയ്യാം. എത്ര ട്രേഡ് ഞാൻ ബൈ ചെയ്യണം, എത്ര ട്രേഡ് ഞാൻ സെല് ചെയ്യണം, അത് എനിക്ക് ചൂസ് ചെയ്യാം. വേറെ ഒരാളോട് ഡിപ്പെൻഡബിൾ അല്ല. ഇവൻ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏത് പാൻഡമിക് സിറ്റുവേഷൻ ആയാൽ പോലും എനിക്ക് അവിടെ എന്ത് ചെയ്യാം, എന്റെ ലാപ്പ് അല്ലെങ്കിൽ എന്റെ ഫോൺ യൂസ് ചെയ്ത് തന്നെ ഒരു നെറ്റ്വർക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എനിക്ക് അവിടെ ട്രേഡ് ചെയ്യാം. അവിടെ വേറെ റെസ്ട്രിക്ഷനും ഇല്ല. ഇവൻ എനിക്കൊരു ഫാമിലി പ്രോഗ്രാം ഉണ്ടെങ്കിൽ എനിക്ക് തീരുമാനിക്കാൻ പോണോ വേണ്ടയോ എന്ന് ഒരാളോട് എനിക്ക് ലീവ് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനൊക്കെ നമുക്ക് വേണ്ടത് പ്രോപ്പർ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോ നമ്മൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ, ഇപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ആക്ച്വലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്, TMC എന്നാണ് പേര്, ട്രൂ മണി കോൺസെപ്റ്റ്. അത് ആക്ച്വലി നമ്മൾ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് നമുക്ക് തരാനായിട്ട് പറ്റും. കാരണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ നമ്മൾ മറ്റേ ലേറ്റസ്റ്റ് ഡയലോഗ് പറയുന്ന പോലെ നിങ്ങൾ ട്രൂ സെൻസിന്റെ വാതിൽ തുറന്നാൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവാതെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റില്ല. പ്രൊഫഷണൽ ട്രേഡർ ആയത് മാത്രമേ പോകാൻ പറ്റൂ, അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. നമ്മളത് ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് ചെയ്തു. ഈവൻ നിങ്ങൾക്ക് ആ ട്രേഡ് ചെയ്യാനുള്ള ആ ഒരു താല്പര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് തന്നാൽ മതി. ബാക്കി എല്ലാ സംഭവവും നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ വിടും. അതിലൊരു സംശയവും വേണ്ട. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോ മറ്റുള്ളതുപോലെ 2 മാസം 3 മാസം അല്ലെങ്കിൽ 100 മണിക്കൂർ ഒന്നല്ല നമ്മൾ ക്ലാസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ 5 മണിക്കൂർ കൊണ്ടാണ് നമ്മളത് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പൊ 5 മണിക്കൂർ നിങ്ങൾ ഒറ്റയടിക്ക് കണ്ടിട്ട് നാളെ മുതൽ ഞാൻ ട്രേഡർ ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങില്ല.
ഈ 5 മണിക്കൂർ നമ്മളിപ്പോ ഓരോ ചെറിയ പോർഷൻ ആയിട്ട് കണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇങ്ങനെ പോവുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ 5 മണിക്കൂർ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 1 മാസം അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് എടുത്തിട്ട് നമുക്ക് കണ്ടു തീരാൻ പറ്റും. ഈവൻ ഈ അതൊക്കെ നിങ്ങളെ യുക്തി പോലെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളെ മൈൻഡ്, ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയില്ല. ഇപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ നമ്മൾ സെയിം ആണ് നിങ്ങൾക്ക് തരാം. സ്കില്ല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ 100 ആളുണ്ടെങ്കിൽ 100 ആൾക്കും സെയിം ആണ് തരാം. പക്ഷെ മൈൻഡ് ട്രെയിനിങ് നിങ്ങൾക്ക് പേഴ്സണലി ആണ് തരിക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്. കാരണം ഒരു ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ സ്കില്ലഡ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആളെ മൈൻഡ് സെറ്റിന് അതിന്റെ സ്കില്ലിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നതാണ്. ഇപ്പൊ നമ്മളൊരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മരിച്ച അവിടെ പോയി വർക്കൗട്ട് ചെയ്യുന്നു, 2-3 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യുന്നു, നമുക്ക് ബോഡി വന്നോളുന്നില്ല. കാരണം 30% മാത്രമേ അവിടെ വർക്കൗട്ട് ഉള്ളൂ. ബാക്കി 70% നിങ്ങളെ ബോഡിക്ക് കൊടുക്കുന്ന റെസ്റ്റും ഫുഡും അനുസരിച്ചിരിക്കും നിങ്ങളെ ഇത് വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ ട്രേഡിങ്ങും വെറും 30% മാത്രമേ സ്കില്ലുള്ളൂ. ബാക്കി 70% എന്താണ് നിങ്ങൾ ആ ട്രേഡിങ്ങിലെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു ട്രേഡിൽ അത്യാവശ്യം ഞാൻ നല്ല സ്കില്ലായിട്ട് ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. വിചാരിച്ച ട്രേഡ് എനിക്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ അല്ലെങ്കിൽ ആ എടുത്ത ട്രേഡ് ഹോൾഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ അത് നമ്മളെല്ലാവരും പറയും നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, ടിപിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അതും ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ വരുന്ന ഒരുപാട് സ്റ്റുഡൻസ്, ഇപ്പൊ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ എന്റെ അടുത്ത് വരാറുണ്ട്. 6-7-8-10 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ എന്റെ അടുത്ത് വരുന്നുണ്ട്. അവർക്ക് നമ്മളോട് സംസാരിച്ച് വരുമ്പോൾ അവരുടെ പ്രശ്നം സ്കില്ലില്ലാണ്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ് ഇല്ലാണ്ടോ എന്നല്ല, മൈൻഡ് സെറ്റ് ആണ് പ്രശ്നം. എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റുന്നില്ല സാറേ എന്ന് പറയും. അല്ലെങ്കിൽ പറയും ഞാൻ എടുത്ത ട്രേഡ് എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല സാറേ, എന്റെ കൈ വറയ്ക്കുന്നു പ്രോഫിറ്റ് കാണുമ്പോൾ. ഇങ്ങനെ പല രീതിക്കും അതൊക്കെയാണ് അവരുടെ പ്രശ്നം. അപ്പൊ ഇതൊക്കെ മൈൻഡ് സെറ്റിൽ വരുന്ന കാര്യം. ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ നിങ്ങൾക്ക് സൂം മീറ്റിംഗിൽ പേഴ്സണലി നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, അത് ഓർഡർ ആക്കി തരും. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ലെവലിൽ 100% ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ട്രേഡർ ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, വാട്സപ്പിൽ നിങ്ങൾക്ക് 24 hours സപ്പോർട്ട് തരും. സപ്പോർട്ട് മീൻസ് ഇപ്പൊ നിങ്ങൾ ചാർട്ട് അനലൈസിംഗ് ഒക്കെ നമുക്ക് അയച്ചു തന്നാൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ആക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഒരു ഇൻഡിവിജ്വൽ ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. ഇൻഡിവിജ്വൽ ബേസ്ഡ്, അതായത് സ്ട്രാറ്റജി മീൻസ് ഇൻഡിവിജ്വൽ ബേസ്ഡ് നമ്മൾ എല്ലാവരും കൊടുക്കുക. ഇപ്പൊ ഈവൻ സ്കില്ല് നിങ്ങൾക്ക് ഒരുപോലെ തന്നാലും ഈ മൈൻഡ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ തരും. പിന്നെ മാർക്കറ്റിന്റെ ഏത് കണ്ടീഷനിലും ഇത് വർക്ക് ആവും. അതും ഏറ്റവും വലിയ ഇതാണ്. അപ്പൊ അതിന് കുറച്ച് ക്വാളിറ്റി കൂടി നമുക്ക് നോക്കാം നെക്സ്റ്റ് പോകുമ്പോൾ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സംഭവം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എവിടെ കിട്ടും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, iOS അല്ലെങ്കിൽ ആപ്പിൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, വെബ് ഇനിയിപ്പോ ഈവൻ ഫോണിലെങ്കിലും വെബിലായിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടും. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഗൂഗിൾ പ്ലേയിൽ കയറി കഴിഞ്ഞാൽ ട്രൂസെൻസ് എന്ന് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആപ്പ് കിട്ടും. അതിൽ നിങ്ങൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അതേപോലെ തന്നെയാണ് iOS-ലും നിങ്ങൾക്ക് നമ്മളെ ആപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അത് കിട്ടും. ഇവൻ വെബിൽ പോലും നമ്മളെ ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു വീഡിയോ പാർട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. അതിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇവൻ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാരിറ്റി തരാൻ പറ്റും. 100% ക്ലാരിറ്റി തരാൻ പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് അതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി തരാനായിട്ട് പറ്റും. ഈവൻ നിങ്ങൾ അതിൽ എവിടെ ഫെയിൽ ആയാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുമ്പോൾ വി വിൽ ട്രാൻസ്ഫോം എസ് എ പ്രൊഫഷണൽ ട്രേഡർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈവൻ നിങ്ങൾ ഈ ട്രൂസെൻസിന്റെ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ, പഠിക്കാനുള്ള ആഗ്രഹമായിട്ട് നിങ്ങൾ ഈ ട്രൂസെൻസിന്റെ വാതിൽ മുട്ടി കഴിഞ്ഞാൽ, അഫ്കോഴ്സ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അതിന് നിങ്ങളൊപ്പം ട്രാവൽ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈവൻ മെന്റൽ സപ്പോർട്ട് ആയിക്കോട്ടെ, സ്കില്ലിഡ് സപ്പോർട്ട് ആയിക്കോട്ടെ, പ്രാക്ടീസിനുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ലോസ് വരാനുള്ള സിറ്റുവേഷൻസ് മുൻകൂട്ടി കാണിച്ചു തന്നിട്ടായിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒരു സംശയം വേണ്ട. അതിപ്പോ നമ്മൾക്കിപ്പോ എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും വീഡിയോ
കാണിച്ചു തന്നിട്ട് വിടുക, ആ ഒരു സെറ്റപ്പ് അല്ല. ഈവൻ വീഡിയോടെ നിങ്ങൾ കാണുന്നതിന്റെ ഒപ്പം അതിൽ ഡൗട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ഇരുന്നിട്ട് സൂമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കൂടാതെ ഈ വീഡിയോയിലുള്ള നമ്മളിപ്പോ പറയുന്ന സ്കില്ലില് ക്ലാരിറ്റി നമ്മൾ എന്ത് ചെയ്യും, സൂമിൽ ലൈവിൽ വന്നിട്ട് നമ്മൾ ചെയ്യും. അത് കൂടാതെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യും, ഒരുമിച്ച് ഇരുന്നിട്ട് ട്രേഡ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ സൂം മീറ്റിംഗ് ഇരിക്കുന്ന ടൈമിലാണ് മാർക്കറ്റ് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, അപ്പോൾ എൻട്രിയിൽ നമ്മൾ അതും നിങ്ങളൊപ്പം നമ്മൾ ഷെയർ ചെയ്യും. അതും നിങ്ങൾക്ക് എന്ത് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നമ്മൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അത് കൂടാതെ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ട്രെയിനിങ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഇപ്പോ ഒരു എക്സാമ്പിൾ ഇപ്പൊ നോക്കിയാൽ മതി. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്തു, ഒരു ട്രേഡ് എടുത്തു, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു, ടി പി സെറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ 100% വെയിറ്റ് ചെയ്യും. ടി പിക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, വെയിറ്റ് ചെയ്യില്ല. ഒരു 10-20 പിപ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ കൈ വിറയ്ക്കും, അപ്പൊക്കപ്പാക്കി ചാടി ഇറങ്ങും. ചാടി ഇറങ്ങുക എന്ന് മാത്രമല്ല, ഓപ്പോസിറ്റ് ട്രേഡ് കൊടുക്കും. അപ്പൊ ഇതൊക്കെ നമ്മളെ മൈൻഡിന്റെ പ്രശ്നമാണ്. അപ്പൊ മൈൻഡ് സെറ്റ് നമ്മൾ ഓക്കെ ആക്കി തരും, അതിൽ ഒരു സംശയവും വേണ്ട. ഒപ്പം ഇനി നിങ്ങൾക്ക് ഇത് പോരാ, അഡീഷണൽ ലൈവ് സെക്ഷൻസ് കൂടെ വേണം, ലൈവ് മെന്റർഷിപ്പ് കൂടെ വേണമെങ്കിൽ നമ്മളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഈ സ്ട്രാറ്റജിനെ കുറിച്ചിട്ടുള്ള ലാസ്റ്റ് ഒരു സെക്ഷൻ ആണ് ഇതിപ്പോ. ജസ്റ്റ് ഇതും കൂടി മതി ഞാൻ നിർത്താം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. ഒപ്പം എന്താണ്, സ്മാർട്ട് മണി കോൺസെപ്റ്റ്, SMC, നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കായിരിക്കും, ഒരുപാട് കേട്ട് പഴകിയ വാക്കായിരിക്കും SMC. നമ്മുടെ അടുത്ത് തന്നെ വരുന്ന ഒരുപാട് ആൾക്കാർ പറയും, ഞാൻ SMC 3 പ്രാവശ്യം കഴിഞ്ഞതാ, ഞാൻ SMC 2 പ്രാവശ്യം കഴിഞ്ഞാന്ന് പറഞ്ഞിട്ടാണ് വരും. അപ്പൊ SMC എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം മുന്നേ വരെ SMC എന്നുള്ള സ്ട്രാറ്റജി പഠിച്ച ആൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ SMC ഫെയിൽ ആണ്. SMC എന്നുള്ള സ്ട്രാറ്റജി ഫെയിൽ ആണ്. നിങ്ങൾക്ക് ഇപ്പോ ഒരു സംശയമാണ്, നിങ്ങൾ ആരോട് വേണ്ടി ചോദിച്ചു, SMC യൂസ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ആരോട് വേണ്ടി നിങ്ങൾ ചോദിച്ചോ, അത് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. അതല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്തിട്ടായിരിക്കും അവർ പോകുണ്ടാവുക. ആൾക്കൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഒന്നും ഒരിക്കലും എടുക്കാനായിട്ട് പറ്റില്ല SMC സ്ട്രാറ്റജി വെച്ചുകൊണ്ട് മാത്രം. അപ്പൊ അതിലുണ്ടാകുന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാണ് അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ TMC എന്നുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ SMC-യിലെ ഫെയിലിയേഴ്സ് എന്താണ്, നമുക്ക് TMC-യിൽ പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ അതും നമുക്ക് എന്തെങ്കിലും പ്രോപ്പർ ആയിട്ട് ഇവിടെ പഠിക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ തന്നെയാണ് ഇത് റിസർച്ച് ചെയ്ത് ഡെവലപ്മെന്റ് ചെയ്തിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഓൺ സ്ട്രാറ്റജിയാണ്. ഇതിൽ എന്ത് അപ്ഡേഷൻസ്, ഇപ്പൊ ഏതൊരു സ്ട്രാറ്റജി ആയാലും ഒരുപാട് പ്രോഫിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഇതാവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഫെയിൽ ആവാൻ തുടങ്ങും. അപ്പൊ നമ്മളെ ഓൺ സ്ട്രാറ്റജി ആയതുകൊണ്ട് ഈവൻ ഇതിൽ എന്തൊരു പ്രോബ്ലം വന്നാലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഇപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റി ജോയിൻ ആകുമ്പോൾ തന്നെ നിങ്ങൾ ഈ TMC എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് കണക്ട് ആയി അതിലെന്ത് ഓൾട്ടറേഷൻ ചെയ്യേണ്ടി വന്നാലും അത് നമ്മൾ ചെയ്യും. കാരണം നമ്മളും ഈ സ്ട്രാറ്റജിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്ട്രാറ്റജി പഠിപ്പിച്ച് വിടല്ല, നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് കൂടെ ഹെൽപ്പ് ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു TMC എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഓഫ്കോഴ്സ് നമുക്ക് എന്ത് പറ്റും, അതിൽ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ഹൈ ആക്യുറസി XIUSD ഗോൾഡിൽ. കാരണം നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഒരു ബേസിക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഏറ്റവും കൂടുതൽ വോളട്ടിലിറ്റി ഉള്ള ഒരു മാർക്കറ്റാണ് ഗോൾഡിന്റെ മാർക്കറ്റ്, XIUSD എന്ന് പറയും. ആ ഗോൾഡിന്റെ മാർക്കറ്റ് അത്രയും വോളട്ടിലിറ്റി, അത്രയും വോളിയം ട്രേഡ് നടക്കുന്ന ഒരു മാർക്കറ്റാണ്. ഭയങ്കര മൂവ്മെന്റാ. ആ മൂവ്മെന്റിൽ തന്നെ ഹൈ ആക്യുറസി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മാർക്കറ്റ് പറയാനുണ്ടോ? എത്രയും മൂവ്മെന്റ് ഉള്ള ഗോൾഡിൽ നമുക്ക് ഹൈ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മാർക്കറ്റ് സംശയം വേണ്ട, അതിലും പ്യൂർ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് there is, അതായത് ബാഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് മാർക്കറ്റ് ഒന്നുമില്ല. ഇപ്പൊ ഈവൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു ബേസിക് മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഗോൾഡ് ഏറ്റവും ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോ ഇഷ്ടം പോലെ ആൾക്കാർ അക്കൗണ്ട് അടിച്ചു കളഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്താ, മാർക്കറ്റ് ഇവിടം വരെ എത്തി, ഇനി ഇറങ്ങും ഇനി ഇറങ്ങും ഇനി ഇറങ്ങും വിചാരിച്ച അവര് സെല്ലടിച്ചോണ്ടിരിക്കുക, മാർക്കറ്റിന്റെ അഗേൻസ്റ്റ് സെല്ലടിച്ചോണ്ടിരിക്കുക. ഇതൊക്കെ മാർക്കറ്റിന്റെ ഒരു ബിഹേവിയർ സ്ട്രക്ചർ അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല, പല ആൾക്കാരും പറയുന്നത് കേൾക്കാം, ഇപ്പോഴത്തെ മാർക്കറ്റ് ഭയങ്കര മോശമാണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് ഭയങ്കര മോശം, അല്ലെങ്കിൽ ഇപ്പൊ നല്ല മാർക്കറ്റ് ആയിരുന്നു എന്നൊക്കെ പറയണ കേൾക്കാം. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഏത് മാർക്കറ്റിനും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ലാസ്റ്റ് വിഡ്രോയിൽ ഏകദേശം നമ്മൾ കൊടുത്തിട്ടുള്ളത് 27,000 മുകളിലാണ് നമ്മൾ വിഡ്രോയിൽ കൊടുത്തിട്ടുള്ളത്. അത് ഇത്രയും എല്ലാവരും മോശം മാർക്കറ്റ് ആണ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ കൂടി നമ്മൾ ഏറ്റവും ഹ്യൂജ് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ക്വാളിറ്റി. അതിനേക്കാളും ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ടില്ല. കാരണം എല്ലാവരും, നിങ്ങൾ ഏത് ട്രേഡേഴ്സിന്റെ അടുത്ത് പോയി സംസാരിച്ചു, അവർക്ക് പറയും മോശം ടൈമാന്ന് പറയും, ട്രേഡിന് വിട്ടു നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അത് പ്രശ്നമില്ലാന്ന്. നമ്മൾ ആ മാർക്കറ്റിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുക, അതും ഏറ്റവും ബെസ്റ്റ് പ്രോഫിറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 80% ആക്യുറസി 10 years ബാക്ക് ടെസ്റ്റ്.
ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് 80% മുകളിലാണ് 10 വർഷത്തെ. ഈവൻ നിങ്ങൾക്ക് ഇത് പഠിച്ചറിയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി ബാക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ എത്ര കാലത്തെ അല്ലെങ്കിൽ എത്ര പേഴ്സിൽ പോയിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തോ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അതിൽ ഒരു സംശയവും വേണ്ട. അതാണ് നമുക്ക് അത്രയും ഗ്യാരണ്ടിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് 1:3 to 1:10 റേഷ്യോ, റിസ്ക് റിവാർഡ് റേഷ്യോ. ഓരോ ട്രേഡിലും നമ്മളെ അല്ലെങ്കിൽ ഒരു ട്രേഡ് ബൈയോ സെല്ലോ ചെയ്യുമ്പോൾ ഒരു പെയർ ചെയ്യുമ്പോൾ നമ്മളെ റേഷ്യോ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1:3 ആണ് റേഷ്യോ. അതിൽ കുറവ് നമ്മൾ ട്രേഡ് എടുക്കുകയില്ല. 1:3 എങ്കിലും മിനിമം റേഷ്യോ കിട്ടുന്ന ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്യും, അല്ലാത്ത ട്രേഡ് നമ്മൾ എടുക്കുകയില്ല. അപ്പൊ അതും നമ്മളൊരു ക്വാളിറ്റി തന്നെയാണ്. കാരണം നമുക്ക് ഇങ്ങനെ കാലത്ത് തന്നെ ഞാൻ എല്ലാവരും പറയും, കാലത്ത് തന്നെ നമ്മൾ ഒരുങ്ങി ഇരുന്ന് എനിക്ക് എങ്ങനെയും ട്രേഡ് ചെയ്ത് പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്കില്ല. നമുക്ക് പ്രോപ്പറായ ഒരു പ്രൈസ് ഉണ്ട്, പ്രോപ്പറായ ഒരു മൂവ് ഉണ്ട്. ആ മൂവിൽ അല്ലെങ്കിൽ ആ പ്രൈസിൽ കിട്ടിയാൽ തന്നെയാണ് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുള്ളൂ. അത് അറ്റ്ലീസ്റ്റ് 1:3 എങ്കിലും റേഷ്യോ ഉണ്ട്. അറ്റ്ലീസ്റ്റ് 1:3 എങ്കിലും റേഷ്യോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇത്രയും നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TM സ്ട്രാറ്റജി വർക്ക് ഔട്ട് എനി മാർക്കറ്റ് ട്രെൻഡ്. മാർക്കറ്റ് അപ് ട്രെൻഡ് പൊക്കോട്ടെ, ഡൗൺ ട്രെൻഡ്, എവിടേക്ക് വേണമെങ്കിലും മാർക്കറ്റ് പൊക്കോട്ടെ, നമുക്കത് പ്രശ്നമുള്ള കാര്യമില്ല. ഈവൻ എവരി മാർക്കറ്റിലും നമുക്ക് എന്താണ് നമ്മളെ കൺട്രോളിലാണ്. നമുക്ക് നമുക്കത് നമ്മൾ പ്രോപ്പറായിട്ട് അനാലിസിസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാർക്കറ്റിന്റെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് ഉള്ള ഏരിയാസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള ഏരിയാസ് നമുക്ക് അറിയാൻ പറ്റും. മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. ബയേഴ്സ് ആണോ, ബയേഴ്സ് എവിടെ, സെല്ലേഴ്സ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അനാലിസിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഭയങ്കര അതൊക്കെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ദെൻ ലാസ്റ്റ് സെക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ന്യൂസ്. കാരണം ഒരുപാട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ 5 വർഷം 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളവര് ഇവരൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് ശ്രദ്ധിക്കില്ല. കാരണം ന്യൂസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയും സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 2 തരമാണ്, ടെക്നിക്കൽ അനാലിസിസും അതേപോലെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിക്കും. പക്ഷെ അതിൽ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് വരുന്നതാണ് ന്യൂസ് ബേസ്ഡ് ട്രേഡ്. അപ്പൊ ന്യൂസിനെ എങ്ങനെ ട്രേഡ് ചെയ്യാം, ന്യൂസിനെ എങ്ങനെ ട്രേഡ് ചെയ്യാതിരിക്കാം, ഏതൊക്കെ ന്യൂസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ന്യൂസിന് ഏത് ഇതിലാണ് മൂവ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞുതരും. നമ്മളെ സ്ട്രാറ്റജിയിൽ പറഞ്ഞുതരും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്വാളിറ്റി. കാരണം ഇവൻ ഏത് ഒരു മാർക്കറ്റും എങ്ങനെ ട്രേഡ് ചെയ്യണം, എന്ത് ബേസിൽ ട്രേഡ് ചെയ്യണം, ട്രേഡ് ചെയ്യാതെ എങ്ങനെ മാറണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തരും. നിങ്ങളൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തരും. അപ്പൊ അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. ഈവൻ ഇപ്പൊ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തോ, അത് തന്നെയാണ് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്. കാരണം നമ്മൾ ഒരു പ്രൊഫഷണൽ ലെവലിൽ കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നതും, പ്രൊഫഷണൽ ലെവലിൽ തന്നെയാണ് നിങ്ങളെ വളർത്താൻ ഉദ്ദേശിക്കുന്നതും. ഒരിക്കലും എങ്ങനെയാലും ഒരു സൈഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാലും ഒരു പാർട്ട് ടൈം അതൊരു സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നമുക്കതില്ല. നമുക്ക് നിങ്ങളൊരു പ്രൊഫഷണൽ ട്രേഡർ ആക്കി, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ട്രേഡർ ആക്കിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നിങ്ങളെ ട്രൂസൻസിൽ നമ്മൾ ഇറങ്ങുള്ളൂ. ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഈവൻ നിങ്ങൾ ജോയിൻ ആവുന്നത് മുതലേ ഈ ട്രേഡിങ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളായി. പിന്നെ ലാസ്റ്റ് വരെ അല്ലെങ്കിൽ ഈ ട്രേഡിങ്ങിലോടത്തോളം കാലം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെ ബാക്കി ചൂസ് ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണ്ടേ, എങ്ങനെയാണ് ഇതിന്റെ മെമ്പർഷിപ്പ് കിട്ടുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, നമ്മളെ നെക്സ്റ്റ് ഇപ്പൊ സിജോ പ്രോഗ്രാം പറഞ്ഞുതരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പൊ ഇതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ടീമുമായിട്ടോ അല്ലെങ്കിൽ എന്നുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഒരു ബെസ്റ്റ് ഫ്യൂച്ചർ എല്ലാവർക്കും തരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫസൽ ബ്രോ. സോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലെസൺ എന്തെങ്കിലും ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടോ? കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. നമ്മൾ കുറച്ച് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കും, പിന്നെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും, അപ്പൊ ഇച്ചിരി കൂടി പ്രോഫിറ്റ് ഉണ്ടാക്കും, അപ്പൊ ഇച്ചിരി കൂടി കോൺഫിഡൻസ് ലെവൽ കൂടും, അപ്പൊ ചെറിയൊരു ലോസ് അടിക്കും. അപ്പൊ അതിന് എങ്ങനെയാലും റിക്കവർ ചെയ്യുമ്പോഴത്തെ പിന്നെ കോൺഫിഡൻസ് ലെവലൊക്കെ കത്തി കയറും. അപ്പോ അടുത്ത ഒരു ലോസോട് കൂടിയിട്ട് അതിന് തിരിച്ചു പിടിക്കാൻ വേണ്ടി മറ്റേ സാധനമുണ്ട്, ഏത് റിവെഞ്ച് മോഡ്. അപ്പോ ആ ഒരു സാധനത്തിന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര നമ്മുടെ അടവടലം കൊണ്ടുപോവുകയും ചെയ്യും. ഭൂരിഭാഗം ആൾക്കാർക്കും ഈ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഞാനൊക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട് പേഴ്സണലി. ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യുന്ന, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എത്ര ആൾക്കാർക്ക് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന്. അടിപൊളി, കുറെ ആൾക്കാരുണ്ടല്ലോ. സോ ഇതൊക്കെ നമുക്ക് ഇമോഷൻസ്, നമ്മുടെ സൈക്കോളജി റോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. യാ ബ്രോ, ഓക്കെ റംഷാ ബ്രോ, ശ്രീരാഗ് സാർ, ഓക്കെ എല്ലാവർക്കും ഈ രീതിയിൽ തന്നെ പ്രോബ്ലം വരുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ സാധനം ഉണ്ട്,
നമ്മുടെ ഉള്ളിൽ സാധനം ഉണ്ട്, അതിനെ കറക്റ്റായി ട്യൂൺ ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ കറക്റ്റായി ട്യൂൺ ചെയ്യണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മൾ ട്യൂൺ ചെയ്യാൻ പോകേണ്ടത്. അപ്പോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളെ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ മെന്റർ, നമ്മുടെ R&D ഹെഡാണ് അദ്ദേഹം. സോ ഇനി അടുത്തത് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹം പഠിപ്പിച്ച സ്റ്റുഡന്റ്, നമ്മുടെ ഒരു സ്റ്റുഡന്റിന്, കാരണം ഒരുപാട് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ സമയം ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. സോ നമുക്ക് വെൽക്കം ചെയ്യാനുള്ളത് മിസ്റ്റർ അമൽ കൃഷ്ണ, നമ്മുടെ ഡിയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ അമലിന് എന്താണ് പറയാനുള്ളത് അമൽ തന്നെ പറയും. നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ട്, നമ്മുടെ കോഴ്സ് പഠിപ്പിക്കുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞു, അത് പഠിച്ച ഒരാളും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എന്താണ് പൊരുൾ എന്നുള്ളത്. അമൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ കേൾക്കാമല്ലോ. സർ, ഗുഡ് ഈവനിങ് എവരിവൺ. ഫസ്റ്റ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റിക്ക് വന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് അറിയോ. ഫസ്റ്റ് അതൊന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു പറയാൻ അവസരം. ക്യാമറ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ അമൽ? ജസ്റ്റ് ഒന്ന് എല്ലാവരും കാണാൻ വേണ്ടിട്ട്. വൺ ബുദ്ധിമുട്ടില്ലായെങ്കിൽ. മിനിറ്റ്. സർ കാണാൻ താങ്ക് യു. പറ്റുന്നുണ്ടോ? തീർച്ചയായും കാണാം. താങ്ക് യു സർ. ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന സാറിനോട് ഫസ്റ്റ് താങ്ക്സ് പറയണം അറിയോ. ഞാൻ ഫസ്റ്റ് ട്രേഡിംഗ് വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം അറിയണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇപ്പൊ നമുക്കൊരു ട്രേഡിംഗ് കണ്ടിട്ട് നമുക്ക് ചാർട്ട് കണ്ടു വെച്ചാൽ നമുക്ക് എങ്ങനെ ചാർട്ട് പോണ്, പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പറയാൻ പറ്റും. അതൊക്കെ ട്യൂഷൻസ് വഴിയുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അറിയോ. ഇതൊക്കെ നമുക്ക് ഞാൻ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ട ഞാൻ ബുക്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പഠിച്ചറിയോ. ഈ കാര്യം കണ്ട ഒക്കെ ട്യൂഷൻസിൽ നമ്മൾ അതുപോലെ തന്നെ ഫാസിൽ സാറും പിന്നെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നാ. ഇതൊക്കെ വെച്ച് നമ്മൾ ലൈവിൽ വെച്ച് നമുക്ക് അതേ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അതേ രീതിയിൽ നമുക്ക് ഡെമോ അക്കൗണ്ടിലൊക്കെ പ്രിപ്പയർ ചെയ്ത് ചാർട്ട് ചെയ്യാൻ പറ്റും. ഹലോ ഓഡിയബിൾ ആണ്, കേൾക്കുന്നുണ്ട് അമൽ, പറഞ്ഞോളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും കേൾക്കാൻ പറ്റുന്നുണ്ട് അമൽ, പറയൂ. അപ്പൊ നമുക്ക് ഇതുപോലെ ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് ചെറിയ ടെൻഷൻ കാര്യമൊക്കെ ഉണ്ടാകുന്ന സംഭവം. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇതൊക്കെ ഉള്ളത് വെച്ചിട്ട്. പക്ഷെ നമുക്ക് ഇവരുടെ സ്ട്രാറ്റജി ഉണ്ട്, TMC സ്ട്രാറ്റജി വെച്ച സംഭവം. അത് നല്ല അടിപൊളി സ്ട്രാറ്റജിയാണ്. ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ചാർട്ടും ബാക്ക് ടെസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അറിയോ. തീർച്ചയായും. യെസ്. അപ്പോ ഓക്കെ അമൽ, താങ്ക്സ്. നിങ്ങളെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. കാരണം ഇതേ രീതിയിൽ തന്നെ അമല് വരുമ്പോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് ട്രേഡിനെ പറ്റി ഫസ്റ്റ് ഞാൻ വരുന്ന വലിയൊരു സമയത്ത് നമുക്ക് ധാരണയില്ല. ട്രെയിനിനെ പറ്റി വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് നമുക്ക് വരുന്ന സമയത്ത്. പിന്നെ ശരി. പതുക്കെ നമുക്ക് സാറിന്റെ സപ്പോർട്ടും പിന്നെ അതുപോലെ നമ്മളെ മെന്ററായ ഫാസിൽ സാറിന്റെ സപ്പോർട്ടും എല്ലാം കൊണ്ട് നമുക്കൊരു ഇത് കണ്ടു വെച്ചാൽ നമുക്ക് എങ്ങനെ ആ ചാർട്ട് പോന്ന് പറയാൻ പറ്റും അറിയോ. നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറയാൻ പറ്റും. എല്ലാം നമ്മൾ TMC സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് എടുക്കാം. ഗുഡ്. ഓക്കെ അമൽ, താങ്ക് യു. എന്തായാലും നിങ്ങളുടെ ടൈമിന് വളരെയധികം നന്ദി. ഇപ്പോ അമലിനെ പോലെ തന്നെ താങ്ക്സ്. ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഈ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ കോഴ്സ് എന്താണ്, പിന്നെ അതിന്റെ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, അത് നമ്മൾ, അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് തന്നെയാണ് അത്. നമ്മൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസ്, നമ്മുടെ പിള്ളേർ നമുക്ക് ഫയർ ആയിട്ട് ഇറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇത്രയും വേർത്തിയായിട്ട്, കാരണം നമ്മൾ വേറെ ഏതൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ചിലപ്പോൾ അതിന്റെ കോഴ്സ് ഫീ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ MBA BTech കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 കൊല്ലം പ്ലസ് ഒരുപാട് ലക്ഷം രൂപ. പിന്നെ 4 കൊല്ലം ഇവിടെ പോയി കേട്ടോ. പിന്നെ അപ്രന്റീസ് ആയിട്ട് എവിടെയെങ്കിലും ഒരു 1-2 കൊല്ലം നമ്മൾ അവിടെ നിൽക്കും. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് ജോലി കിട്ടി, നമുക്ക് കിട്ടുന്ന സാലറി കാര്യങ്ങൾ, നമുക്ക് ഒരു 5-6-8 കൊല്ലം അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കേണ്ടി വരും. നേരെ മറിച്ച് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു ഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടൈം നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, വളരെ നമ്മൾ എന്താ പറയുക, എത്ര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇരിക്കുന്നതാണെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് തൊട്ട് നമ്മൾ അപ്രന്റീസ് ആകാനല്ല, ഇതിന് ബാക്ക് ടെസ്റ്റ് കാര്യങ്ങൾ അടിച്ച് നേരെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ തന്നെ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് എത്ര പൈസ വേണം എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് തന്നെ മെനഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ കാര്യം ഇതുപോലെ തന്നെ ലൈഫ് ടൈം സ്കില്ലാണ്. കാരണം വൺസ് ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. നമ്മുടെ എല്ലാ ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് റെഗുലർ ആയിട്ട് നമുക്ക് ഇൻകം പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ
ഈ നേരത്തെ ഫസൽ പറഞ്ഞ പോലെ തന്നെ പ്രൊഫോം പാസ് ചെയ്ത് കൊടുക്കാൻ അതിലൂടെ ഒരു ബിസിനസ് സാധ്യത കാര്യങ്ങളുണ്ട്. അതുപോലെ ഫണ്ടഡ് അക്കൗണ്ട് ലൈവായിട്ട് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം, അതായത് നമുക്ക് എത്ര ഇൻകം വേണോ അതിനനുസരിച്ച് നമുക്ക് വരുത്തിക്കൊണ്ടേ നിൽക്കാൻ വേണ്ടി പറ്റും. ഇത് വെറുതെ പറയുന്നില്ല, ഫസ്റ്റ് തന്നെ പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സോ ആ രീതിയിൽ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഏറ്റവും അഡ്വാൻറ്റേജ്, അതായത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതില് ഞാനൊരു ഇന്റർനാഷണൽ ബ്രാൻഡിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. ഒരു 7 ഇയേഴ്സോളം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കപ്പെട്ട ഒരു പരിപാടി അവിടെ ബോസ്. എന്ത് തന്നെ സാലറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും, ഏത് നല്ല കമ്പനി ആയി കഴിഞ്ഞാലും ആസ് എ സ്ലേവ് എന്നുള്ള ലെവലിൽ തന്നെ ഉണ്ടാവും. കാരണം ഇത് ജോലി ഒരുപാട് കൊല്ലം പല രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നല്ല കാര്യമാണ്, നമുക്ക് സേഫ് സോണിൽ കൊണ്ട് കിട്ടും. പക്ഷെ നമ്മുടെ ആഗ്രഹത്തിനൊക്കെ ഒരു ലിമിറ്റ് അവിടെ ഉണ്ട്. മാത്രമല്ല നമുക്കൊരു ബോസ് അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ യെസ് സാർ പറഞ്ഞിട്ട് പതുങ്ങേണ്ടി വരും. പക്ഷെ ഇവിടെ ഫോറക്സില് ഈ ഒരു ട്രേഡിംഗ് ഫീൽഡില് നമുക്ക് ബോസ് ഇല്ല. നമുക്കിപ്പോ എന്താണ്, ട്രേഡ് ചെയ്യാൻ മൂടുണ്ടോ, നമ്മൾ ട്രേഡ് ചെയ്യാം. നമുക്ക് മാർക്കറ്റൊക്കെ ഓക്കെ ഉണ്ടാവും, ആ സമയത്ത് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൂടെ ഉണ്ടാവും, നമ്മളെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ബീച്ചിലോ പാർക്കിലോ റിസോർട്ടിലോ ഇരുന്നുകൊണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഫ്രീ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട്, വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു വലിയൊരു കാര്യമാണ് പേഴ്സണലി എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കാര്യം അട്രാക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു ബോസ് നമുക്ക് വേണ്ട, നമുക്ക് എന്താണ് സെൽഫ് ആയിട്ട് നമുക്ക് ഉണ്ടാവണം എന്നുള്ള ആൾക്കാർ ആരാണെന്ന് ജസ്റ്റ് ചാറ്റിൽ മീ എന്നിടാൻ പറ്റുമോ? കാരണം സിഗ്മ ടീം ആരൊക്കെ ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മൈ ലൈഫ് മൈ റൂൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം സിഗ്മ വെറുതെ ഫിലിമിൽ കാണിക്കാനല്ല, ട്രേഡിങ്ങിൽ അത് കൂളായിട്ട് റിയൽ ലൈഫിൽ നമുക്ക് പൊളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ എത്ര ആൾക്കാർ സിഗ്മാസ് ഉണ്ട് ഈ കൂട്ടത്തില്? ഓക്കെ ഒരുപാട് സിഗ്മാസ് ഉണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് ഫോക്കസും ആൻഡ്